രാമനും ഗോവിന്ദനും കൂട്ടുകാരായിരുന്നു. ചെറുപ്പക്കാരാണ്, കർഷകരാണ്. ഗോവിന്ദൻ വലിയ പൊങ്ങച്ചക്കാരനുമാണ്. എന്ത് കാര്യവും കുറച്ച് കൂട്ടിപ്പറയും. ഒരു ദിവസം രണ്ടുപേരും കൂടെ പാടത്ത് പണി ചെയ്യാൻ പോയി. രാമൻ്റെ കല്യാണം ആ ഇടയ്ക്ക് കഴിഞ്ഞതേ ഉള്ളൂ. വീട്ടുവിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും കുറച്ചു നേരം പണി ചെയ്തു. അപ്പോൾ ഉച്ചയായി. രണ്ടുപേർക്കും വിശന്നു. കൊണ്ടുവന്നിരുന്ന പൊതി അഴിച്ച് ഒരു മരത്തണലിലിരുന്ന് ചോറുണ്ണാമെന്ന് കരുതി വരെ. അങ്ങനെ രണ്ടുപേരും കയ്യും കാലും മുഖമൊക്കെ കഴുകിയിട്ട് മരത്തണലിൽ പോയിരുന്നു. ചോറ് പൊതി അഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗോവിന്ദൻ കുറച്ച് ചുമച്ചു. അപ്പോൾ രാമൻ ചോദിച്ചു, ഓ ഗോവിന്ദൻ, നിനക്ക് നല്ല ചുമയുണ്ടല്ലോ, വെയിൽ കൊണ്ടിട്ടാണോ? അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, ഏയ് വെയിൽ കൊണ്ടിട്ടൊന്നുമല്ല, വെയിൽ നമ്മൾ എന്നും കൊള്ളുന്നതല്ലേ, ഇത് വെയിലിൻ്റെ അല്ല, എൻ്റെ ഭാര്യ വീട്ടിലിരുന്ന് എന്നെ ഓർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ രാമൻ ചോദിച്ചു, അങ്ങനെയാണോ? അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞു, പിന്നെ ഭാര്യമാരെ വീട്ടിലിരുന്ന് നമ്മളെ ഓർക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഉണ്ടുമ്പോൾ നമ്മൾ ചുമയ്ക്കും. രാമനിത് പുതിയ അറിവായിരുന്നു. അയാൾക്ക് വിഷമം തോന്നി. ഈ അടുത്തിടയ്ക്കാണ് വിവാഹം കഴിച്ചത്. ഭാര്യയ്ക്ക് വീട്ടിലിരുന്ന് തന്നെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ താനും ചുമച്ചേനെ. എന്തായാലും അന്ന് വൈകിട്ട് രാമൻ വളരെ വിഷമത്തോടെ വീട്ടിൽ ചെന്നു. രാമൻ്റെ മുഖത്തെ വിഷമം കണ്ടപ്പോൾ ഭാര്യ വന്ന് ചോദിച്ചു, എന്ത് പറ്റി? അപ്പോൾ രാമൻ പറഞ്ഞു, നീ ആൾ കൊള്ളാമല്ലോ, നീ എന്നെപ്പറ്റി ചിന്തിക്കാറേ ഇല്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഞാൻ നിങ്ങളെപ്പറ്റി ചിന്തിക്കാറുണ്ടല്ലോ. രാമൻ പറഞ്ഞു, എന്നോട് കള്ളം പറയണ്ട. ആ ഗോവിന്ദൻ്റെ ഭാര്യയാണെങ്കിൽ എപ്പോഴും അവനെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് എന്താ, ഉച്ചയ്ക്ക് ഉണ്ണുകൊണ്ടിരിക്കുമ്പോൾ അവൻ ചുമയ്ക്കും. നീ എന്നെ ഓർക്കാത്തത് കൊണ്ട് ഞാൻ ചുമയ്ക്കാറിയില്ല. അപ്പോൾ രാമൻ്റെ ഭാര്യ പറഞ്ഞു, അയാൾ വെറുതെ പറയുന്നതാണ്, അങ്ങനെ ഓർക്കുന്നത് കൊണ്ടൊന്നുമല്ല ചുമയ്ക്കുന്നത്. അപ്പോൾ രാമൻ പറഞ്ഞു, ആര് പറഞ്ഞു? ഗോവിന്ദൻ എന്നോട് പറഞ്ഞു അവൻ്റെ ഭാര്യ അവനെ ഓർക്കുന്നുകൊണ്ടാണ് ചുമയ്ക്കുന്നതെന്ന്. നീ എന്നോട് അടവൊന്നും എടുക്കേണ്ട, നീ എന്നെ ഓർക്കാറില്ല. രാമൻ പിണങ്ങി ഭക്ഷണം കഴിക്കാതെ പോയി കിടന്നു. രാമൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായി ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമല്ലെന്ന്. അപ്പോൾ അവൾ പതുക്കെ ഭർത്താവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, എന്നോട് ഇന്ന് ക്ഷമിക്കണേ, ഇന്ന് നിങ്ങൾ ഉണ്ണുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ ഇവിടുത്തെ ജോലിഭാരം കാരണം ഉറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ടായിരിക്കും ഉണ്ട സമയത്ത് നിങ്ങളെ ഓർക്കാൻ പറ്റാതിരുന്നത്. നാളെ ആവട്ടെ, നിങ്ങൾ ഉണ്ണുന്ന സമയത്ത് ഞാൻ നിങ്ങളെ പ്രത്യേകം ഓർത്തോളാം. അങ്ങനെ പിറ്റേന്നും രാമൻ ജോലിക്ക് പോകാൻ ഇറങ്ങി. ഭാര്യ ഒരു പൊതി കൊണ്ടു കൊടുത്തു. അവൾ ഭക്ഷണപ്പൊതി തയ്യാറാക്കിയപ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്തിരുന്നു. അവൾ കുറച്ച് മുളക് പൊടി നന്നായിട്ട് വറുത്ത് അതിൽ ഉപ്പ് ചേർക്കാതെ ചോറിൽ ചേർത്ത് നല്ല വൃത്തിയായിട്ട് പൊതിഞ്ഞു വെച്ചു. അന്ന് ഉച്ചയ്ക്ക് രാമൻ പൊതി അഴിച്ചതും മുളകിൻ്റെ മണം വന്നു. രാമൻ തുരുതുര ചുമയ്ക്കാൻ തുടങ്ങി. എന്ത് ചെയ്തിട്ടും അയാൾക്ക് ചുമ നിർത്താൻ പറ്റിയില്ല. ഗോവിന്ദൻ ചോദിച്ചു, എന്ത് പറ്റി, നീ എന്താ ഇങ്ങനെ ചുമയ്ക്കുന്നത്? ഓ എൻ്റെ ചങ്ങാതി, നിൻ്റെ ഭാര്യ നിന്നെ ഓർക്കുന്നത് കൊണ്ട് നീ ചുമയ്ക്കുമെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ എൻ്റെ ഭാര്യയോട് ചെന്ന് പറഞ്ഞു. അവൾ എന്നെ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാനൊന്ന് വഴക്കം പറഞ്ഞു. അവൾ എന്നെ ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത്ര അധികം ഓർക്കണ്ടായിരുന്നു, രാമൻ സങ്കടത്തോടെ പറഞ്ഞു.